Hi guys, welcome to my channel. Thanks for all your support. So ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബ് എങ്ങനെ സ്ട്രക്ക് ആവാതെ വലിയ ലാഗിംഗ് ഒന്നുമില്ലാതെ പ്ലേ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മളുടെ ആൻഡ്രോയിഡ് ടി വിയിൽ നമ്മളെല്ലാവരും യൂട്യൂബ് പ്ലേ ചെയ്യാറുണ്ട്, അതുപോലെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാറുമുണ്ട്. അപ്പോൾ അത് സ്ട്രക്കായി നിന്നാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. സോ അങ്ങനെ സംഭവിച്ചാൽ അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. സോ നമുക്ക് യൂട്യൂബ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വീഡിയോ പ്ലേ ചെയ്യാം. അത് പ്ലേ ആകുന്നുണ്ട്. ഇപ്പോൾ അത് വീഡിയോ സ്ട്രക്ക് ആയിരിക്കുകയാണ്. എന്നിട്ട് ഈ എറർ റിപ്പോർട്ട് വന്നു. ചിലപ്പോൾ വീഡിയോ സ്ട്രക്കാവും, അല്ലെങ്കിൽ ഓഡിയോ സ്ട്രക്കാകും, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് സ്ട്രക്കാവും. ഈ അവസ്ഥ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വേറൊരു വീഡിയോ പ്ലേ ചെയ്തപ്പോൾ അത് ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നു. ഒരു 30 സെക്കൻഡ്സ് ലോഡിംഗ് ടൈം ഒക്കെ നോർമലാണ്. പലപ്പോഴും അത് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷനെ ആശ്രയിച്ചിരിക്കും. ബട്ട് മോർ ദാൻ 30 സെക്കൻഡ്സ് ഓർ 1 മിനിറ്റ് അത് ഒരുപാട് സമയമാണ്. ലോഡിംഗ് കാണിച്ചതിന് ശേഷം ഇതുപോലെ എറർ റിപ്പോർട്ട് വരും, പ്ലേ ആവുകയില്ല. സോ ഇതൊക്കെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആൻഡ്രോയിഡ് ടി വിയിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും. നമ്മൾ ആദ്യമായിട്ടാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഐഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന 4 ബട്ടൺസ് കാണും: സെർച്ച്, ആപ്പ്, ഗെയിംസ്, പിന്നെ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. നമ്മൾ ഈ വിൻഡോയിൽ വന്നത് സെറ്റിങ്സിൽ പോയി നമ്മളുടെ ഗൂഗിൾ പ്ലേ അപ് ടു ഡേറ്റ് ആണോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. ഗൂഗിൾ പ്ലേ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് സെറ്റിങ്സിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം ലാസ്റ്റ് ഓപ്ഷൻ എബൌട്ട് പ്രസ് ചെയ്യുക. അതിൽ ലാസ്റ്റ് ഓപ്ഷൻ പ്ലേ സ്റ്റോർ വെർഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ വെർഷൻ ലേറ്റസ്റ്റ് ആണോ അല്ലയോ എന്ന് കാണിക്കും. ഇനി അഥവാ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്തുകൊള്ളും. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈസ് അപ് ടു ഡേറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടിരിക്കുന്നു. ഇനി തിരിച്ച് നമ്മളുടെ മെയിൻ വിൻഡോയിലേക്ക് പോവാം. മെയിൻ വിൻഡോയിൽ നമ്മൾ ഗൂഗിൾ പ്ലേ തുറക്കുമ്പോൾ തന്നെ ഈ കാണുന്ന ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. അതിൽ ഡൗൺലോഡർ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പേജിൽ ഡൗൺലോഡർ വന്നില്ല എങ്കിൽ സെർച്ച് ബട്ടണിൽ ഡൗൺലോഡർ ബൈ AFTV ന്യൂസ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെർച്ച് അടിക്കുക. അതിനുശേഷം ഡൗൺലോഡർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇൻസ്റ്റാൾ അടിക്കുക. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓപ്പൺ ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. ഇനി ബ്രൗസർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ എഴുതി കാണിക്കും ടു ഇൻസ്റ്റാൾ ദ ബ്രൗസർ പ്ലഗിൻ ഗോ ടു ഹോം സെക്ഷൻ ആൻഡ് എൻ്റർ ദ ഫോളോവിങ് URL.
b.aftvnews.com. അത് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം ഹോം ബട്ടണിൽ പോയി അത് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിനു ശേഷം ഗോ അടിക്കുക. ബ്രൗസർ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആകുവാൻ കുറച്ച് സമയമെടുക്കും, അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഡൺ അടിക്കുക. അതിനുശേഷം ഫയൽ ഡൗൺലോഡ് സക്സസ്ഫുള്ളി വീണ്ടും ഇൻസ്റ്റാൾ കാണിക്കുന്നുണ്ട്. ബട്ട് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതുകൊണ്ട് ഡിലീറ്റ് അടിക്കുക. അതിനുശേഷം എൻ്റർ എ URL ഓർ സെർച്ച് ഐറ്റംസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ടൈപ്പ് ചെയ്യുക letscrackonn.org. ഈ കീവേഡുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടുന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നോക്കി എഴുതിയെടുത്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. letscrackonn.org വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴേക്ക് പോവുക. ഏറ്റവും താഴെ ഡൗൺലോഡ് സെലക്ട് ചെയ്യുക. ഈ പരസ്യം നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. റൈറ്റ് സൈഡിൽ ഇൻറ്റു ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരിക. ഇൻ മീഡിയ പ്ലെയേഴ്സിൽ 7ാമത്തെ ഐറ്റമാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ സ്മാർട്ട് യൂട്യൂബ് TV. സ്മാർട്ട് യൂട്യൂബ് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരിക. ഡൗൺലോഡ് ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുക. വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളുടെ TV ചോദിക്കും, ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ഫ്രം അൺനോൺ സോഴ്സ് അല്ലെങ്കിൽ അൺനോൺ വെബ്സൈറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ അത് അലൗ ചെയ്യുക, എങ്കിലേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കണക്ട് ചെയ്യാൻ സമയമെടുക്കുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് നമുക്ക് TVയുടെ മെയിൻ വിൻഡോയിലേക്ക് പോകാവുന്നതാണ്. TVയുടെ ആപ്പ് സെക്ഷനിൽ നമുക്ക് സ്മാർട്ട് യൂട്യൂബ് TV ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കും നിങ്ങളോട്, നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് വേണോ വേണ്ടയോ എന്ന്. അതിൽ നോ പ്രസ് ചെയ്യുക. അതിനുശേഷം വെയിറ്റ് ചെയ്യുക. ഡു യു വാണ്ട് ടു അപ്ഗ്രേഡ് ദ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുക. അപ്ഗ്രേഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഡൺ ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക.
ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മൾക്ക് ഈ ആദ്യത്തെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ വലിയ ബഫറിംഗ് ഒന്നുമില്ലാതെ സ്മൂത്തായിട്ട് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു സ്മാർട്ട് യൂട്യൂബ് വളരെ സ്മാർട്ടായിട്ട് യൂട്യൂബ് പ്ലേ ചെയ്ത് കാണിച്ചത്. എൻ്റെ അനുഭവത്തിൽ നമ്മളുടെ ആൻഡ്രോയിഡ് ടി വിയിൽ സ്റ്റോക്ക് ഇൻസ്റ്റാൾഡായി വരുന്ന യൂട്യൂബിനേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടതാണ് സ്മാർട്ട് യൂട്യൂബ്. ഒന്നാമതായി അതിന് വലിയ ലാഗിങ് ഇല്ല, ബഫർ ചെയ്യില്ല, അതിൽ പരസ്യങ്ങളില്ല. സോ വീഡിയോയും ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ പ്രയോജനങ്ങൾ ഉപകാരപ്പെടുത്തുക. ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യുന്നത് എന്നാണ്. സൈൻ ഇൻ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്, നമുക്ക് എല്ലാ തവണയും ഒരു ചാനൽ കാണണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് ആ ചാനൽ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സബ്സ്ക്രിപ്ഷനിൽ ആ ചാനലിൻ്റെ പേര് വരും, നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് കാണാൻ സാധിക്കും. സോ സൈൻ ഇൻ ചെയ്യുന്നതിന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് അപ്പറിൽ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും, സൈൻ ഇൻ യുവർ ടി വി അല്ലെങ്കിൽ സൈൻ ഇൻ വിത്ത് എ വെബ് ബ്രൗസർ. സൈനിങ് വെബ് ബ്രൗസറിൽ ചെയ്യുന്നതാണ് ഒന്നുകൂടെ ഈസി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളുടെ ആൻഡ്രോയിഡ് ടി വിയിൽ ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. സോ നിങ്ങളുടെ മൊബൈൽ വേണമെങ്കിലും ചെയ്യാം. മൊബൈൽ ഓപ്പൺ ചെയ്ത് ക്രോമിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ് ബ്രൗസറിൽ youtube.com ആക്ടിവേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ അവർ കോഡ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾക്ക് ഈ കാണിച്ചു തന്നിരിക്കുന്ന കോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം യൂട്യൂബ് വാണ്ട് ടു ആക്സസ് യുവർ ഇമെയിൽ എന്ന് പറഞ്ഞു വരും. അത് അലോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കണ്ടതുപോലെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യപ്പെടുന്നതാണ്. അതിനുശേഷം സബ്സ്ക്രിപ്ഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണാവുന്നതാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ ചാനലിൻ്റെയും പേര് അവിടെ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചാനൽ സെലക്ട് ചെയ്താൽ അത് പ്ലേ ആവുന്നതാണ്. നമുക്ക് BBC ന്യൂസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Good morning, welcome to breakfast with Nagaman Chetty and John Kane. Good morning, our headlines. A weekend of preparations for England's most important football game in more than half a century. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു സ്മാർട്ട് യൂട്യൂബ് ആപ്ലിക്കേഷൻ എത്ര സ്മാർട്ടായിട്ടാണ് പ്ലേ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.